ഡോക്ടർ ചന്ദ്രശേഖരൻ നമുക്കൊപ്പം ശരിയാണ്. ഇതിപ്പോൾ വലിയ വിവാദമായ ഒരു സംഭവമാണ്. എന്താണ് ഇപ്പോൾ ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്? ഇല്ല, ഇപ്പൊ സ്വാഭാവിക മരണമെന്ന് പറഞ്ഞു. ഇത് കുടുംബം ആവർത്തിച്ച് പറഞ്ഞു. എല്ലാവരും കൂടി അവരെ കൊത്തിക്കീറുകയാണ് ചെയ്തത്. ഒരു സന്യാസി സമാധി ഇരുന്നിട്ട് ഇപ്പൊ പോസ്റ്റ്മോർട്ടം കഴിച്ച് കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അത് ശരിക്കുകൂടി സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ ഒരു നീതി അവർക്ക് കിട്ടുമായിരുന്നു. തുടക്കം മുതലേ അവർ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി നാളെ സന്യാസിമാരുടെയൊക്കെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് 3-നും 4-നും ഇടയ്ക്ക് ഒരു മഹാസമാധി അവിടെ ഇതേ സ്ഥലത്ത് തന്നെ മഹാസമാധിയായിട്ട് ഇപ്പോൾ എവിടേക്കാണ് ഇപ്പൊ നിംസിലേക്ക് കൊണ്ടുപോകും. ഈ നിയമപ്രശ്നമാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടത്. ഹൈക്കോടതി നിയമം എന്ന് പറയുന്നത് കേസ് കൊടുത്ത 5 പേർക്ക് നോട്ടീസ് ഉണ്ടായിരുന്നു. 5 പേർക്ക് കേസ് സ്വീകരിച്ചു. ഫയലില് 5 ദിവസം കൂടി സഹിക്കായിരുന്നു. പക്ഷെ അതുപോലും ഇല്ലാതെ ഒരു സന്യാസിയെ, അത് സാധുവായ ഒരു സന്യാസിയെ ഇങ്ങനെ കീറിമുറിച്ച് കൊണ്ടുപോകേണ്ടി വന്ന ആ മക്കളുടെ ദുഃഖം, ആ മക്കാരുമില്ലായിരുന്നു. എല്ലാ ചാനൽ ഉൾപ്പെടെ എതിരായിരുന്നു. പക്ഷെ അവര് സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിച്ച മക്കളാണെന്നുള്ള തെളിഞ്ഞിരിക്കുകയാണ്. വീട്ടിലേക്ക് പോവുകയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും അവസാനത്തൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. കഴിഞ്ഞ ഒരു 20 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു സന്യാസ ജീവിതം നയിച്ച വ്യക്തിയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമായിരുന്നു സമാധിയാവുക. അതും സ്വർഗവാതിൽ ഏകാദശി ദിവസം സമാധിയാവും. അത് കളങ്കപ്പെട്ടു പോയി എന്നുള്ള വലിയൊരു ദുഃഖമുണ്ട്. എന്നാലും ഇപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ആ വിഷമങ്ങളൊക്കെ തീർക്കാവുന്ന പ്രക്രിയകളൊക്കെ ചെയ്തുകൊണ്ടുള്ള മഹാസമാധിയായിട്ട് ഇത് മാറ്റും. ആ നിലയ്ക്കാണ് ടോം ഇപ്പോൾ വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെ എവിടെയാണോ സമാധിയായത് അതേ സ്ഥലത്ത് വീണ്ടും സമാധി ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ വൈകിട്ട് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ഈ സമാധി ചടങ്ങ് നടത്തുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. ആ സ്വകാര്യ നിംസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും 2 വശത്തു നിന്നുമുള്ള വാദങ്ങൾ നമ്മൾ ആദ്യം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിലെ വസ്തുത വെളിപ്പെടണമെന്നതാണ്. ഇനിയും പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. അന്തിമ ഫലം അല്ല വന്നിട്ടുള്ളത്. രാസപരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെയുള്ള പരിശോധനയിൽ മറ്റ് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല എന്ന ഒരു നിഗമനമാണുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ വീണ്ടും ഈ സമാധി എന്ന കാര്യത്തിലേക്ക് പോകുന്നു. ഒരുപക്ഷെ പോലീസിന്റെ തുടർ നടപടികൾ ഒരു വശത്ത് നടക്കുകയും ചെയ്യും. ടോം. വിനോദ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോഴേക്ക് വരുമായിരിക്കും? മറ്റേ രാസപരിശോധന ഫലം ലഭിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത കൈവരൂ. അതായത് എന്താണ് ഈ മരണകാരണം എന്താണ് സംബന്ധിച്ചൊരു വ്യക്തത കൈവരൂ. ആ റിപ്പോർട്ടുകളൊക്കെ എപ്പോഴായിരിക്കും ലഭ്യമാകുക? കാരണം അതിന് ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ട് കൂടി ലഭ്യമാകേണ്ടതുണ്ടല്ലോ. പശ്ചാത്തലത്തിൽ എന്താണ് അവസാനമായി പറയാനുള്ളത്? ചടങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അതെ, പവിത്രമായിട്ടുള്ളൊരു ചടങ്ങ്, ഒരു സമാധി നടന്നിട്ട് അത് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിച്ച് കൊണ്ടുപോകേണ്ടത് കേരളത്തിൽ ആദ്യത്തെ സ്ഥിതിയായിരിക്കും. അത് ഇപ്പോഴേ എല്ലാ സ്ഥലത്തുനിന്നും ഉള്ള മഠാധിപതിമാരെ ക്ഷണിക്കും. കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് അവർക്ക് വന്ന ഒരു അവഗണന, ഒരു സാധു സമാധിയായാൽ ആരുമില്ല എന്നുള്ളത് മാറി നാളെ വലിയ സംരംഭമായിട്ട് അതേ സ്ഥലത്ത് അദ്ദേഹത്തിന് സമാധി ഇരുത്തും. അത് ശരിക്കും അവരാ മക്കളോടിയൊക്കെ എല്ലാവരും മാപ്പ് ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം 2 പാവപ്പെട്ട ഒരു സമാധി, 2 അമ്മയും കരഞ്ഞു, ആരും അംഗീകരിച്ചില്ല. അവരെല്ലാവരും സംശയിച്ചു. ആ സംശയമെല്ലാം മാറിക്കൊണ്ട് അവർ അഗ്നി ശുദ്ധീകരിച്ചുകൊണ്ട് മക്കൾ വന്നിരിക്കുകയാണ്. രാജകീയമായിട്ട് നാളെ സമാധി ഇരുത്തും. ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാൻ, ഗോപൻ സ്വാമിയുടെ സമാധി നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇത് സമാധിയല്ല മഹാസമാധിയാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും കുടുംബവും ഒരുങ്ങുന്നത്. നാളെ വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ സ്ഥലത്ത്, സംഭവ സ്ഥലത്ത് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? കുടുംബാംഗങ്ങളോ നാട്ടുകാരോ ഉണ്ടോ? അവരുടെ പ്രതികരണം ഈ സംഭവത്തിന് ശേഷം, അതായത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുടുംബത്തിന്റെയോ നാട്ടുകാരുടെയോ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ഡാൻ, ഒരു പ്രതികരണവും ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലാണ്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടുകഴിഞ്ഞു.
അദ്ദേഹത്തിന്റെ അമ്മ ഭാര്യയടക്കം, അതായത് ഗോപൻ സ്വാമിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ വീടിനുള്ളിലുണ്ട്. നമ്മൾ അവരുടെ പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. വൈകാരികമായൊരു പ്രതിഷേധമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഇനി നിങ്ങൾ അവിടെ നിൽക്കരുത്, അവരോട് സംസാരിക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ എത്തിയ മാധ്യമപ്രവർത്തകരെ എല്ലാം പിന്തിരിപ്പിക്കുകയായിരുന്നു. ഒരു കാര്യത്തിൽ പോലീസിന് ആശ്വസിക്കാം. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ സമാധി സ്ഥലം പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്ന തരത്തിലേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച കാര്യങ്ങൾ എത്തുകയും അതിന് പിന്നാലെ ഈ മരണം സ്വാഭാവികമാണെന്ന വിവരം പുറത്തുവരികയും ചെയ്തിരുന്നെങ്കിൽ പോലീസിനെ വലിയ തരത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ ഒരുപക്ഷേ നാളെ ആരംഭിക്കാനിരിക്കുന്ന സഭാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ, പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് വലിയ പ്രതിഷേധങ്ങൾക്ക് അത് വഴിവെച്ചേനെ. അവിടെ നയപരമായി ജില്ലാ ഭരണകൂടം എടുത്ത തീരുമാനം അങ്ങനെ തന്നെ പറയേണ്ടി വരും. ജില്ലാ കളക്ടറും സബ് കളക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷം എടുത്തൊരു തീരുമാനം ഈ നാടിനെ മുഴുവൻ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിക്കാമായിരുന്ന ഒരു സാഹചര്യത്തിന് രമ്യമായ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. അതിന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നെടുത്ത അവധാനതയോടെയുള്ള നീക്കങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാണുന്ന ശാന്തമായ സ്ഥിതിയാകുമായിരുന്നില്ല ഈ സ്ഥലത്ത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനകളിൽ സ്വാഭാവികമായിട്ടാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം പുറത്തു വരുമ്പോൾ സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയുള്ള പശ്ചാത്തലമൊന്നുമില്ല. ഈ കുടുംബാംഗങ്ങളെ അടക്കം പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇങ്ങനെയൊരു അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താനുള്ള നീക്കമല്ല നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉന്നയിച്ചവർക്കുള്ള മറുപടി കൊടുക്കണമെങ്കിൽ നിങ്ങളെ കൂടി സംശയത്തിന്റെ നിഴലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പരിശോധനയിലൂടെ ഇത് വ്യക്തമാക്കിയേ കഴിയൂ എന്ന കാര്യം ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ കുടുംബാംഗങ്ങളുടെ കൂടി സഹകരണത്തോടെയാണ് ഈ സമാധി സ്ഥലം പൊളിച്ച് പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ പരിശോധനകൾ നടത്തിയത്. അതിന് കൃത്യമായ ഒരു ഉത്തരമായിരിക്കുന്നു. ഇനി രാസപരിശോധനാ ഫലം, ആന്തരികാവയവങ്ങളുടെ ഫലമൊക്കെ വരാനുണ്ട്. അതിന് ഏതാനും ദിവസങ്ങൾ എടുക്കുമായിരിക്കാം. പക്ഷെ തൽക്കാലത്തേക്കെങ്കിലും സ്ഥിതി ശാന്തമായിരിക്കുന്നു. ഇവിടേക്ക് നാട്ടുകാരൊക്കെ എത്തുന്നുണ്ട്. ഒരു പക്ഷേ ഈ സമാധി ഇരുന്ന അതേ സ്ഥലത്ത് മഹാസമാധിയായി നാളെ വൈകുന്നേരം 3 മണിക്കും 4 മണിക്കും ഇടയിൽ അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ മഹാസമാധിയായി അവിടെ നടത്താനുള്ള നീക്കങ്ങൾ സംഘടനകളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ നാളെ ഇതായിരിക്കില്ല സ്ഥിതി. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടാകും. പോലീസിന്റെ നിയന്ത്രണം ഇന്ന് എങ്ങനെയായിരുന്നോ നിലനിന്നിരുന്നത് അതുപോലെ തന്നെ നാളെയും പോലീസിന്റെ സാന്നിധ്യം ഉൾപ്പെടെ ഇവിടെ കാണും. അത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കാതിരിക്കാനുള്ള ഒരു കൃത്യമായ ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ ഇവിടെ തുടരുകയും ചെയ്യും. ഈ സമാധി സ്ഥലത്ത് പൊളിച്ചിരിക്കുന്ന സ്ഥലത്തടക്കം പോലീസിന്റെ സംരക്ഷണം തുടരും. കൈലാസനാഥ ക്ഷേത്രത്തിന് പോലീസിന്റെ സംരക്ഷണം ഉണ്ടാകും. ഈ കുടുംബാംഗങ്ങളുള്ള വീടിന് മുന്നിലും പോലീസിന്റെ സാന്നിധ്യം ഇന്ന് വൈകിട്ടും ഉണ്ടാകും. എന്തായാലും അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പൂർത്തിയായതിന് പിന്നാലെ ഈ മൃതദേഹം നിംസ് ആശുപത്രിയിലേക്ക് നെയ്യാറ്റിൻകരയിലേക്ക് എത്തിക്കുക. അവിടെ നിന്നായിരിക്കും നാളെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് മഹാസമാധിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുക.